അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ മക്കളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഓണം എക്സാം ഓഗസ്റ്റ് 18-നായിരുന്നു. അപ്പോൾ ഓണം എക്സാം കഴിഞ്ഞ് ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് നിങ്ങളുടെ മാർക്കൊക്കെ റിസൾട്ടൊക്കെ വന്ന സമയത്ത് കുറേ പേര് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് എക്സാം ഇതുപോലെ ആക്കില്ല, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും, നന്നായിട്ട് പഠിക്കും, ദിവസങ്ങളെല്ലാം പാഴാക്കി കളയാതെ അത്ര കൃത്യമായിട്ട് പഠിച്ചു പോകും എന്നൊക്കെ ഒരുപാട് തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ട്? ഏകദേശം ഒരു 1.5 മാസത്തോളം പിന്നിട്ടു. എന്നിട്ട് നിങ്ങൾ ആ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണോ നിൽക്കുന്നത്? അത് നിങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ച് പോയോ? നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര പേര് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കൃത്യമായിട്ട് ഞാൻ പഠിക്കും? എന്നിട്ട് എത്ര പേര് ഇപ്പോൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്? ഡെയിലി ബേസിസിൽ ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് എത്ര പേര് പഠിച്ചു പോകുന്നുണ്ടോ? നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ വിലയിരുത്തുക. അങ്ങനെ പഠിച്ചു പോവാത്തവർക്ക് ഇനി നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ക്രിസ്മസ് എക്സാമിനുള്ളൂ. അപ്പോൾ നിങ്ങൾ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഓണപ്പരീക്ഷ എങ്ങനെയാണോ എഴുതിയത് അതേപോലെ തന്നെയായിരിക്കും നിങ്ങൾ ക്രിസ്മസ് എക്സാം എഴുതാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഓണം എക്സാമിനേക്കാളും നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവാൻ പോവുകയാണ് ക്രിസ്മസ് എക്സാം. നിങ്ങളുടെ പഠിക്കാനുള്ള പോർഷൻസ് കൂടുതലാണ്, ദിവസങ്ങൾ വളരെ ചുരുക്കവുമാണ്. നിങ്ങളുടെ ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ള ആ പോർഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം വലിയൊരു പരീക്ഷ തന്നെയാണ് നിങ്ങൾ നേരിടാൻ പോകുന്നത്. എന്നിട്ടും കുറേ പേര് ഇപ്പോഴും സീരിയസ്നെസ് ഒന്നും ഇല്ലാതെ, സീരിയസ് ആവാതെ നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. അപ്പോൾ ഇനിയെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇനി നിങ്ങളുടെ മുന്നിൽ കുറച്ച് സമയമുള്ളൂ. പക്ഷേ ഇപ്പോഴെങ്കിലും നിങ്ങൾ ആ തീരുമാനത്തിലേക്ക് തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഇനി ആ ക്രിസ്മസ് എക്സാം കൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ലെവൽ അങ്ങോട്ട് താഴും. ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിലേക്കൊക്കെ നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് ആണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ ഒന്നും പോവാതെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക മക്കളെ? ഇനിയുള്ള ദിവസങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. കുറേ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് പാഴായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? മേക്കപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബാച്ചിൻ്റെ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ നവംബർ പകുതിയോടുകൂടി സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ക്രിസ്മസ് എക്സാമിനുള്ള റിവിഷനുള്ള സമയമൊക്കെ നമ്മൾ ബാച്ചിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ ടൈം ടേബിൾ അനുസരിച്ച് ഇങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഈ ഒരു വീക്കിലെ ടൈം ടേബിൾ പറഞ്ഞുതരാം. ഇന്നലെ മൺഡേ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെ ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രീൻ്റെ പാർട്ട് 2 ലൈവ് ആയിരുന്നു. ഇന്ന് അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസ് ബേസിക് സയൻസിൻ്റെ പാർട്ട് 2 ലൈവ്. അതേപോലെ അടുത്ത ദിവസം ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രീൻ്റെ പാർട്ട് 3 ലൈവ്. ത്രൂ ദ കോണ്ടിനെൻസ് സോഷ്യലിൻ്റെ അടുത്ത ചാപ്റ്റർ. പിന്നെ ബേസിക് സയൻസ് അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസിൻ്റെ പാർട്ട് 3 ലൈവ്. അങ്ങനെ ഓരോ ചാപ്റ്ററുകളും ഡീറ്റെയിൽഡ് ആയിട്ട് 3 പാർട്ടുകളിലൂടെയൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ യുവ ബാച്ചിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിനുള്ള സിലബസ് എത്രയും പെട്ടെന്ന് നല്ല രീതിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക മക്കളെ? റിവിഷൻ നടത്തുക. ഇതാണ് നമ്മുടെ ബാച്ചിൻ്റെ പ്ലാന്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആ ഓണം എക്സാം കഴിഞ്ഞിട്ട് തീരുമാനമെടുത്തിട്ട് ഉറച്ചു നിൽക്കുകയാണ്. അതായത് നല്ല രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സഹായം വേണ്ട. നിങ്ങൾക്ക് കൃത്യമായിട്ട് ടൈം ടേബിളിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് യാതൊരു സഹായം വേണ്ട. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾ തീരുമാനമെടുത്തിട്ട് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതോ നിങ്ങൾ ദിവസങ്ങൾ കഴിയുന്തോറും നിങ്ങൾക്ക് പിന്നെയും മടി പിടിച്ച് അങ്ങനെ പോകുന്ന ഒരാൾക്ക് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ വേണം, കൃത്യമായിട്ടൊരു സപ്പോർട്ട് വേണം. അതാണ് യുവ ബാച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളും അവസരങ്ങളും പാഴാക്കി കളയാതെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക മക്കളെ? ബാച്ചിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ ജോയിൻ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടാവില്ല. അത്രയും കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ മുന്നോട്ടുള്ള ദിവസങ്ങൾ ഇനി എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം, ക്രിസ്മസ് എക്സാമിന് ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നാളെ കൃത്യം 7 മണിക്ക് നിങ്ങൾക്കൊരു ഇവൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക മക്കളെ? ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ആ ഒരു ഇവൻറ്റിലേക്ക് വരിക. ഇനി എങ്ങനെയൊക്കെ പഠിക്കണം, ഇനിയുള്ള ദിവസങ്ങളൊക്കെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നാളെ കറക്റ്റ് 7 മണിക്കാണ്. എല്ലാ ഫ്രണ്ട്സിലേക്കും കൊടുക്കുക. കറക്റ്റ് സമയത്ത് ലൈവിലേക്ക് വരിക. അതേപോലെ നമ്മുടെ ബാച്ചിൻ്റെ കാര്യം മറന്നു പോകണ്ട. ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. സോ നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക.